മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മാർത്ത പരിചരിച്ചു. അവനോടുകൂടി ഭക്ഷണത്തിരുന്നവരിൽ ലാസറുമുണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാഥീൻ സുഗന്ധ ലേപനമെടുത്ത് യേശുവിൻ്റെ പാദത്തിൽ പുരട്ടുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കുവാനിരുന്നവനുമായ യൂദാസ് കറിയത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ അത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട. എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രരെപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനെപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കുകയില്ല. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടെ വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുവാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലുവാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സമർപ്പണത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പരമപ്രധാനമായ കാലഘട്ടത്തിലൂടെ അഥവാ വിശുദ്ധവാരത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. ഈ ദിനങ്ങളിലെല്ലാം തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന തിരുവചന സന്ദേശം ഏറെ ശ്രദ്ധായകമാണ്. രക്ഷാകരമായ ക്രിസ്തു ദൗത്യത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലയളവാണ് ഈ ദിനങ്ങളെല്ലാം. ഇന്നേ ദിവസം സുവിശേഷത്തിലൂടെ യേശു പ്രപഞ്ചത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം ക്രിസ്തു ദൗത്യത്തിൻ്റെ പൂർണ്ണത ലോകത്തിലെ സകല ജനങ്ങളെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ്. യേശു ഈ ദൗത്യവുമായിട്ടാണ് ലോകത്തിലേക്ക് കടന്നു വന്നത്. പാപത്താൽ മുറിവേറ്റ പ്രപഞ്ചത്തെ മുറിവേൽപ്പിക്കാതെ സൗഖ്യപ്പെടുത്തുവാൻ, ലോകത്തിൻ്റെ മുറിവിനെ തൻ്റെ ജീവിതത്തിൽ വഹിക്കുവാൻ അവിടുന്ന് ഒരുങ്ങുകയായിരുന്നു. യേശു ബഥനിയയിൽ വരുമ്പോൾ അവിടെ ലാസറിൻ്റെ ഭവനത്തിൽ യേശു സ്നേഹപൂർവ്വം സ്വീകരിക്കപ്പെട്ടു. മറിയമാകട്ടെ ഒരു നാഥീൻ തൈലമെടുത്ത് യേശുവിൻ്റെ പാദത്തിൽ ഒഴിക്കുകയാണ്. വിലയേറിയ നാഥീൻ തൈലത്തിൻ്റെ പരിമളം ആ ഭവനത്തിൽ നിറയുമ്പോൾ യേശുവിനെ ഒറ്റുകൊടുക്കുവാനിരിക്കുന്ന യൂദാസ് കറിയത്ത് ചോദിക്കുന്നു, ഈ പാഴ്ചെലവ് എന്തിന് എന്ന്. ഈ തൈലം വിറ്റ് അതിൻ്റെ പണം ദരിദ്രർക്ക് കൊടുക്കുവാൻ പാടില്ല എന്ന്. എന്നാൽ യേശു ആ പെൺകുട്ടിക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. എന്തിനാണ് നിങ്ങൾ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത്? എൻ്റെ ശവസംസ്കാരത്തിനായി അവളിത് ചെയ്തുവെന്ന് കരുതിക്കൊള്ളട്ടെ. ദരിദ്രരെപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്, ഞാനെപ്പോഴും നിങ്ങളോട് കൂടി ആയിരിക്കുകയില്ല. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് യേശുവിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവിടുന്ന് ഇപ്രകാരം നൽകിയത്. ക്രിസ്തുവിന് വേണ്ടി നാം ചിലവഴിക്കുന്ന സമയമോ ധനമോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ബലങ്ങളോ ജീവിതം തന്നെയുമോ അതൊരിക്കലും നഷ്ടമല്ല എന്ന ഓർപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. അത് നഷ്ടപ്പെടുത്തുകയല്ല, വീണ്ടെടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കപ്പെട്ട സകലതും സ്വർഗം നമുക്ക് 100 ഇരട്ടി വീണ്ടെടുത്ത് നൽകുക തന്നെ ചെയ്യും. ക്രിസ്തു ദൗത്യത്തിൻ്റെ പൂർണ്ണത ഭൂമിക്ക് രക്ഷ പ്രദാനം ചെയ്യുക എന്നതാണ്. ആ രക്ഷയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ഈ കാലയളവിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം നാഥൻ്റെ തിരുസന്നിധി സമർപ്പിക്കാം. പാപം ഉപേക്ഷിച്ച് തിന്മയിൽ വീണു പോകാതെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി നിർമ്മല മാനസരായി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. മറിയം ഏറ്റവും വിലപിടിപ്പുള്ളത് യേശുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം അതീവ വിലയുള്ളത് എന്ന് കരുതുന്നവ ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുവാനും അങ്ങനെ ആ സമർപ്പണത്തിലൂടെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാനും നമുക്കും പരിശ്രമിക്കാം.
കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.